നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഒരു പെറ്റിക്കോട്ടാണ്. അതിൻ്റെ അളവുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഫുൾ ലെങ്ത് 23, ബോഡി ലെങ്ത് 10, ചെസ്റ്റ് 22, വേസ്റ്റ് 21, ഷോൾഡർ 10. ഈ അളവിലാണ് നമ്മളിന്നൊരു പെറ്റിക്കോട്ട് തയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ വെട്ടാൻ പോകുന്നത് പെറ്റിക്കോട്ടിൻ്റെ ബോഡി പാർട്ടാണ്. ബോഡി പാർട്ട് വെട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയെ 4ആയിട്ട് മടക്കിയിടണം. അപ്പം 4ആയിട്ട് തുണിയെ മടക്കിയിടുന്ന ഒരു ഭാഗം ഇങ്ങനെ മടക്കി, അതിനുശേഷം ഇതിനെ നടുവെ ഇങ്ങനെ മടക്കി, ഇങ്ങനെ വേണം നമ്മൾ തുണിയെ മടക്കിയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള ഈ ഭാഗം നമ്മുടെ സൈഡിലും മുകൾ ഭാഗവും ഫോൾഡഡ് ആണ്, ഈ സൈഡാണ് ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഓപ്പൺ ആയിട്ട് നിൽക്കാൻ. ഈ ഭാഗവും ഈ മുകളിലത്തെ ഭാഗവും ഫോൾഡഡ് സൈഡാണ് നമുക്ക് കിട്ടുന്നത്. ഇതിന് മടക്കാൻ വേണ്ടി ആദ്യം പെറ്റിക്കോട്ടിന് തുണി മേളത്തെ ബോഡി പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തുണി എടുത്തു, അതിനെ ഇത് നിവർത്തിട്ടിരിക്കുകയാണ് ഈ തുണി. ഇതിനെ 2ആയിട്ട് ഇങ്ങനെ മടക്കി, 2ആയിട്ട് ഇങ്ങനെ മടക്കി, അതിനുശേഷം ഇതിനെ വീണ്ടും ഇങ്ങനെ മടക്കി. ഇങ്ങനെ നമ്മൾ തുണിയെ മടക്കിയിട്ടു. അതിനുശേഷം ആദ്യം നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ലെങ്താണ്. അപ്പം ലെങ്ത് അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് ബോഡി ലെങ്ത് എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പൂടെ കൂട്ടി വേണം നമ്മൾ തുണിയിൽ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ബോഡി ലെങ്ത് 10 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി തയ്യത്തുമ്പ് കൂട്ടി 10.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. നിങ്ങൾക്ക് എത്രയാണോ ബോഡി ലെങ്ത് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി വേണം തയ്യത്തുമ്പ് നമ്മൾ ബോഡി ലെങ്ത്തായിട്ട് അടയാളപ്പെടുത്താൻ. നിങ്ങൾക്ക് 12 ഇഞ്ചാണ് കിട്ടിയതെങ്കിൽ 12.5 വേണം അടയാളപ്പെടുത്താൻ. നിങ്ങൾക്ക് ബോഡി ലെങ്ത് കിട്ടിയത് 8 ആണെങ്കിൽ 8.5 വേണം നമ്മളിവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബോഡി ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം മുകൾ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. അപ്പോൾ ഷോൾഡർ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് എത്രയാണോ ഷോൾഡർ കിട്ടിയത്, ബോഡിയിൽ നിന്നും അളവെടുത്ത് കിട്ടിയ ഷോൾഡർ എത്രയാണോ, എനിക്ക് ഷോൾഡർ 10.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി വേണം നമ്മളിവിടെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 5.25 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡർ കിട്ടി അതിൻ്റെ പകുതി വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. നിങ്ങൾക്ക് 12 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയെങ്കിൽ 6 ഇഞ്ച് മാത്രമേ അടയാളപ്പെടുത്താവുള്ളൂ. 8 ഇഞ്ചാണ് ഫുൾ ഷോൾഡർ കിട്ടിയെങ്കിൽ അതിൻ്റെ പകുതി 4 ഇഞ്ച് വേണം ഇവിടെ അടയാളപ്പെടുത്താൻ. അപ്പോൾ എനിക്കിവിടെ 5.25 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം താഴേക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം. നമുക്ക് വേണമെങ്കിൽ ഈ 5.25 ഇഞ്ച് തന്നെ താഴേക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. നമുക്ക് ചുരിദാർ ഇടുന്നത് പോലെ ടൈറ്റായിട്ടല്ല പെറ്റിക്കോട്ട് കിടക്കുന്നത്, ഒരല്പം ലൂസായിട്ടാണ് പെറ്റിക്കോട്ട് കിടക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ 5.25 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടി 5.25 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡറിൻ്റെ ഹാഫ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി വേണം താഴോട്ടുള്ള കൈക്കുഴി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളതും ഈ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെയാണോ നോക്കണം. ഇവിടെ എനിക്ക് 5.25 ഇവിടെ അടയാളപ്പെടുത്തുമ്പോഴും അതേപോലെ 5.25 തന്നെയാണോ വന്നേക്കുന്നത് നോക്കണം. ഇല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ഇവിടെ ഞാൻ 5.25 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. അപ്പം ഇതിൻ്റെ വീതി, ഈ തുണിയുടെ വീതിയാണ് നമ്മൾ ഇനി അടുത്ത അടയാളപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് എത്രയാണോ ചെസ്റ്റ് കിട്ടിയത് അതിൻ്റെ 1/4 പ്ലസ് 1.5 ഇഞ്ചാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് അടയാളപ്പെടുത്തേണ്ടത്. അതായത് എനിക്ക് 22 ഇഞ്ചാണ് ചെസ്റ്റ് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ ഒരു 5.5 ഇഞ്ച് വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടണം. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് കൂടി കൂട്ടണം. അപ്പം 5, 1, 7 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി. നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ അളവ് കിട്ടിയത് അതിൻ്റെ 1/4 കാണുക, അതിൻ്റെ കൂടി 1.5 ഇഞ്ച് കൂടി കൂട്ടി ഇവിടെ അടയാളപ്പെടുത്തുക. ഇതിങ്ങനെ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ ഈ കൈക്കുഴി ഇങ്ങനെ വളച്ചെന്ന് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് താഴത്തെ അളവാണ് അടയാളപ്പെടുത്തേണ്ടത്. അതായത് നമ്മൾ ലെങ്ത് 10.5 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ, അപ്പോൾ അവിടെയുള്ള അളവാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ അളവ് ബോഡിയിൽ നിന്നും എടുത്തിട്ടുണ്ട്. എത്രയായിരുന്നു? വേസ്റ്റിൻ്റെ അളവ് 21 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ 21 ഇഞ്ചിൻ്റെ 1/4 കണ്ടിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടുക. അപ്പോൾ 21 ഇഞ്ചിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ ഒരു 5.25 വരും. 6.25 ഇഞ്ച് ഞാനിവിടെ, അല്ലെങ്കിൽ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തിയാലും മതി. നമ്മൾ തയ്യത്തുമ്പോൾ 1.5 ഇഞ്ച് ഇടുന്നത് കൊണ്ട്
6.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇവിടെ അപ്പോൾ മേളിൽ 7 ഇഞ്ചാണ് കിട്ടിയത്, ഇവിടെ 6.5 ഇഞ്ച് അടയാളപ്പെടുത്തി. എന്നിട്ട് ഇതിനെ തമ്മിൽ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെ വളച്ചൊന്ന് അടയാളപ്പെടുത്തണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ബോഡി പാർട്ടും പാവാടയുടെ ഭാഗവും കൂടി തമ്മിൽ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ, സൈഡിൽ ഇങ്ങനെ തുടിഞ്ഞ് താഴേക്ക് കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് മുകളിലേക്കെടുത്ത് വെട്ടേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് കഴുത്തകലവും കഴുത്ത ഇറക്കവുമാണ്. നമുക്ക് 3 ഇഞ്ച് വേണമെങ്കിൽ കഴുത്തകലം അടയാളപ്പെടുത്താം. 2, 2.5, 3 ഈ അളവിലൊക്കെ നമുക്ക് കഴുത്തകലം അടയാളപ്പെടുത്താൻ പറ്റും. അപ്പോൾ കഴുത്തിൻ്റെ ഇറക്കം നിങ്ങൾക്ക് 3 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ കഴുത്തകലവും നിങ്ങൾ 3 ഇഞ്ച് തന്നെ കൊടുത്തോണം. കാരണം കഴുത്ത് നമുക്ക് പെറ്റിക്കോട്ട് തലയിൽ കൂടി ഇറങ്ങിപ്പോകണം. കുട്ടിയുടെ തലയിൽ കൂടി ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ കഴുത്ത് ഇറക്കം കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ കഴുത്തകലം അതനുസരിച്ച് കൂട്ടി കൊടുത്തോണം. അല്ലെങ്കിൽ തലയിൽ കൂടി നമുക്ക് പെറ്റിക്കോട്ട് ഇറക്കാൻ പാട് വരും. ഇവിടെ ഞാൻ കഴുത്ത് അകലം അടയാളപ്പെടുത്തുന്നത് 2.5 ഇഞ്ചാണ്. കഴുത്ത് ഇറക്കം അടയാളപ്പെടുത്തുന്നത് 4 ഇഞ്ചുമാണ്. 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി ഇതിനെ നമ്മൾ ഒരു ബോക്സ് ആയിട്ടങ്ങ് വരച്ചു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കാം, തയ്ച്ചെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് കഴുത്ത് വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ചൂടെ മുകളിലേക്ക് കിടത്തി 3.5 ഇഞ്ചിൽ എത്രയാണോ നിങ്ങൾ ഫ്രണ്ട് കഴുത്ത് ഇറക്കിയത് അതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കുറച്ച് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്തി ഇതേപോലെ തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും കൂടി ഇങ്ങനെ വരച്ച് യോജിപ്പിക്കുക. ഇത്രയാണ് മുകളിലത്തെ ഭാഗം നമ്മൾ ബോഡി പാർട്ട് നമ്മൾ വരച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിനെ വെട്ടിയെടുക്കാം. കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ ബാക്ക് കഴുത്ത് വേണം ഫസ്റ്റിലെ വെട്ടാൻ. അതിനുശേഷം ഈ ഫ്രണ്ട് കഴുത്ത് മാത്രം എടുത്ത് ഫ്രണ്ട് കഴുത്ത് തന്നെ ഇങ്ങനെ എടുത്ത് ഫ്രണ്ട് കഴുത്ത് മാത്രമായിട്ട് വേണം. കാരണം ഫ്രണ്ട് കഴുത്തിലാണ് ഇറക്കം കൂടുതൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഫ്രണ്ട് കഴുത്തിന് അളവ് വെട്ടിയാൽ ബാക്കും ഫ്രണ്ടും ഒരേ അളവിലായിപ്പോവും. ഇതിപ്പം നമുക്ക് പെറ്റിക്കോട്ടിന് മുകളിലത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചു. ഇനിയും ഇതിൻ്റെ താഴത്തെ ഭാഗമാണ് കട്ട് ചെയ്യാനുള്ളത്. താഴത്തെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ നിവർത്തിട്ടല്ലോ. നിവർത്തിട്ടതിന് ശേഷം ഇതിൻ്റെ അടിയിൽ എത്രയാണ് ലെങ്ത് കിട്ടിയേക്കുന്നത് നോക്കണം. എത്രയാണ് ഇതിൻ്റെ വീതി. ഈ ഭാഗത്തെ വീതി എനിക്കിവിടെ 13.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ 13.5 ഇഞ്ചിൻ്റെ അപ്പോൾ ഫ്രണ്ടിലും 13.5 ബാക്കിലും 13.5 വരും. ഫ്രണ്ടിലും 13.5 ബാക്കിലും 13.5. അപ്പോൾ 27 ഇഞ്ചാണ് ടോട്ടല് ഫ്രണ്ടിലും ബാക്കിലും കൂടെ നമുക്ക് ഇതിൻ്റെ വീതി കിട്ടുന്നത്. 27 ഇഞ്ച്. അപ്പോൾ ആ 27ൻ്റെ ഇരട്ടിയാണ് നമുക്ക് ബോഡി പാർട്ടിൽ ഞൊറി വിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, താഴത്തെ പാവാട പാർട്ടിൽ ഞൊറി വിട്ടെടുക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത് എടുക്കുന്നത് ഈ ബോഡി പാർട്ടിൻ്റെ അടിയിലത്തെ വണ്ണം നമ്മൾ തുണിയിൽ വെട്ടിയത് എത്രയാണെന്ന് ടേപ്പ് വെച്ച് നോക്കുക. എനിക്കിവിടെ 13.5 ഇഞ്ചാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലാണ് 13.5, ബാക്കിലും 13.5 വരുമ്പോൾ ടോട്ടൽ വണ്ണം ഇതിൻ്റെ 27 ഇഞ്ച് വരും. ആ 27ൻ്റെ ഇരട്ടിയാണ് നമ്മൾ ഞൊറി വിട്ടെടുക്കാൻ വേണ്ടിയിട്ട് തുണി എടുക്കേണ്ടത്. ബോഡി പാർട്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് താഴത്തെ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഏറ്റവും താഴത്തെ അളവ് എടുക്കുക. ഏറ്റവും താഴത്തെ അളവ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ എനിക്ക് 13.5 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ 13.5 ഇഞ്ച് ഫ്രണ്ട് സൈഡിലാണ് 13.5 ഇഞ്ച്, ബാക്ക് സൈഡിലും 13.5 ഇഞ്ച് തന്നെ വരും. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 13.5 വരുമ്പോൾ 27 ഇഞ്ച് വരും. 27 ഇഞ്ച് വണ്ണമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഭാഗത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 27 ഇഞ്ചിൻ്റെ ഇരട്ടി വേണം നമുക്ക് പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്ത് വണ്ണമായിട്ടിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തെ
വണ്ണം നമ്മൾ എടുക്കേണ്ടത് 27 ഇഞ്ചാണ്. ടോട്ടൽ 27 ഇഞ്ചിൻ്റെ ഡബിളാണ് നമ്മൾ ടോട്ടലായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 54 ഇഞ്ച് വരും. ഇങ്ങനെ നിവർത്തിടുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങേ അറ്റം വരെ നമ്മൾ നോക്കുമ്പോൾ 54 ഇഞ്ച് വേണം അളവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പകുതിയായിട്ട് ഇടുവാണെങ്കിൽ, ഇനി മടക്കി നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ 27 ഇഞ്ച് നമുക്ക് വണ്ണം കിട്ടി. ഇവിടെ മുതൽ അളവ് 27 ഇഞ്ച് വേണം കിട്ടാൻ, ഇങ്ങനെ മടക്കി ഇടുമ്പോൾ, രണ്ടായിട്ട് ഇടുമ്പോൾ. ഇനി ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്, അപ്പോൾ ഇതിന് പ്ലീറ്റ്സ് ഇടുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ താഴോട്ടുള്ള ലെങ്ത് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഫുൾ ലെങ്തിനെ ബോഡി ലെങ്ത് കൊണ്ട് മൈനസ് ചെയ്യണം. നമുക്ക് ഫുൾ ലെങ്ത്, പെറ്റിക്കോട്ടിൻ്റെ ഫുൾ ലെങ്ത് നമ്മളിവിടെ എടുത്തേക്കുന്നത് 23 ഇഞ്ചാണ്. നമ്മുടെ ബോഡി ലെങ്തായിട്ട് എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. അപ്പോൾ 23 മൈനസ് 10 ഇഞ്ച്, അപ്പോൾ 13 ഇഞ്ച് നമുക്ക് കിട്ടും. അപ്പോൾ ആ 13 ഇഞ്ചിൻ്റെ കൂടെ തയ്യത്തുമ്പിന് വേണ്ടിയിട്ട് നമുക്ക് 1.5 ഇഞ്ച് കൂടെ കൂട്ടണം. തയ്യത്തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ ഈ ബോഡി പാർട്ടും ഈ പ്ലീറ്റ്സ് ഇട്ട ഈ ഭാഗം കൂടി ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി 1/2 ഇഞ്ച് പോകുന്നു. അടിവശത്ത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ മടക്കി തയ്ക്കാൻ വേണ്ടിയാണ് 1 ഇഞ്ച് നമുക്ക് പോകുന്നത്. അങ്ങനെ ടോട്ടൽ 1.5 ഇഞ്ച് തയ്യത്തുമ്പിട്ട് വേണം നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗത്തെ നീളം കണക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണക്കാക്കുന്നത് ഫുൾ ലെങ്ത് മൈനസ് ബോഡി ലെങ്ത് പ്ലസ് 1.5 ഇഞ്ച്. അപ്പം അങ്ങനെ ഞാൻ ഒരു തുണി വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം ബോഡി പാർട്ടും താഴത്തെ ഭാഗവും ഞാൻ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഫുൾ ലെങ്ത് 23 ആയിരുന്നു. അതിൽ നിന്ന് ബോഡി ലെങ്ത് കുറച്ചപ്പോൾ എനിക്ക് 10 ഇഞ്ച് കുറച്ചപ്പോൾ 13 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടിയപ്പോൾ 14 ഇഞ്ചിന് കിട്ടി. ഈ 14 ഇഞ്ചിന് നീളത്തിലാണ് ഞാനിവിടെ തുണി എടുത്തേക്കുന്നത്. ഇങ്ങോട്ടുള്ള അളവ് ഇത് രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുമായതുകൊണ്ട് ഒരു ഭാഗത്തെ അളവ് 27 ഇഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ 27 ഇഞ്ചിൻ്റെ ഡബിൾ വേണം നിങ്ങൾ തുണി വീതി എടുക്കാൻ വേണ്ടി, പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ കൈക്കുഴി ചെറുതായിട്ട് മടക്കി തയ്ക്കണം. നല്ല അഴുക്ക് ഭാഗത്തേക്ക്, തുണിയുടെ അഴുക്ക് ഭാഗം ഏതാണെന്ന് നോക്കിയിട്ട് അവിടേക്ക് നമ്മൾ ചെറിയ 2 മടക്ക് ഇട്ട്, കുഞ്ഞി മടക്കിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടി. ഇങ്ങനെ ചെറുതായിട്ട് 2 മടക്കിട്ട് ഫുള്ള് ഇവിടെ വരെ ഈ കൈക്കുഴി ഫുള്ള് തയ്ക്കണം. ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മടക്ക് തയ്ച്ച്, ആദ്യം ഒരു മടക്ക് ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ അളവ് ഒരേ അളവിന് തന്നെ നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ ഒന്ന് തയ്ച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി, ഇങ്ങനെ മടക്കി ഒന്നും കൂടെ തയ്ച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട്, ആദ്യമായിട്ട് തയ്ക്കുന്നവർക്ക് 2 മടക്ക് മടക്കുമ്പോൾ ഇവിടെ നിന്ന് പിരിച്ചിട്ട് പോലെ ഈ വളവുള്ള സൈഡിലൊക്കെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്ക്കാം. അതേപോലെ തന്നെ കഴുത്തും അതേപോലെ തന്നെ കുഞ്ഞിയായിട്ട് മടക്കി 2 മടക്ക് മടക്കി, ചെറിയ 2 മടക്ക് മടക്കി ഇങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് തയ്ക്കാം. അതേപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഭാഗവും അഴുക്ക് വശത്തോട്ട് വേണം നിങ്ങളിത് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭാഗത്തോട്ട് തയ്ക്കരുത്, അഴുക്ക് വശത്തോട്ട് വേണം, തുണിയുടെ അഴുക്ക് സൈഡിലോട്ട് വേണം ഇത് തയ്ച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തയ്ച്ചു കൊണ്ടുവരാം. ബോഡി പാർട്ട് ഞാൻ അങ്ങനെ തയ്ച്ചു കൊണ്ടുവരാം. ഞാനിവിടെ ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കൈക്കുഴിയും കഴുത്തും ഞാൻ മടക്കി തയ്ച്ചു. ഇനി നമുക്ക് ഈ അടിയിലത്തെ ഭാഗം പ്ലീറ്റ്സ് ഇട്ട് തയ്ച്ച് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പ്ലീറ്റ്സുകൾ ഇടണം. ഈ സൈഡിൽ നിന്നും ഇങ്ങനെ പിടിച്ച് ചെറിയ കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്ലീറ്റ്സ് ഇടുമ്പോൾ ഇതിൻ്റെ പകുതി, ഈ തുണിയുടെ, ഈ വലിയ തുണിയുടെ പകുതി വീതി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന 13.5 ഇഞ്ച് ആയിരിക്കണം. പ്ലീറ്റ്സ് ഇട്ട് ഈ പകുതി വരെ, ഇതിപ്പോൾ എൻ്റെ ഫുൾ തുണിയാണ്, ഇതിൻ്റെ പകുതി, ഈ പകുതി ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ വരുമ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതി തുണിയാണ്. ഈ തുണിയേൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മളിങ്ങനെ വരിക, തയ്ച്ച് വന്ന് ഇവിടെ വരെ എത്തുമ്പോൾ, ഈ പകുതി വരെ എത്തുമ്പോൾ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്
നമുക്ക് ഇവിടെ ഈ ബോഡി പാർട്ടിൻ്റെ താഴ്വശത്ത് കിട്ടിയ 13.5 ഇഞ്ച് വേണം നമുക്ക് കിട്ടാൻ. അതനുസരിച്ച് വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ തുണിയുടെ പകുതി പ്ലേറ്റ്സ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെച്ച് നോക്കുക പകുതി ഇത് കറക്റ്റായിട്ടാണോ വന്നേക്കുന്നതെന്ന്. ഇതിൻ്റെ പകുതി എടുത്തപ്പോൾ കറക്റ്റായിട്ട് തന്നെ എനിക്ക് ഇതിൻ്റെ അടിവശത്തെ ബോഡി പാർട്ടിൻ്റെ അടിഭാഗത്തെ വീതി തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഈ ഭാഗവും ഇതുപോലെ തന്നെ ഇത്രയും അളവിന് തന്നെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊണ്ടുവന്ന് കാണിക്കാം. ഞാനിത് മുഴുവനും പ്ലേറ്റ്സ് ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് വീതിക്ക് തന്നെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മളിപ്പം ഇത് കംപ്ലീറ്റ് ഒരു ഭാഗമായിട്ടാണ് മുഴുവനും ഞാൻ പ്ലേറ്റ്സ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഈ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡ് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഒരു ഭാഗം, ഒരു കൈക്കുഴി മുതൽ താഴെ വരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും പ്ലേറ്റ്സ് ഇട്ട ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ച് ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും പ്ലേറ്റ്സ് ഇട്ട ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് നമുക്ക് ഇതുവഴി 1/2 ഇഞ്ച് വീതിക്ക് അടിച്ച് കംപ്ലീറ്റ് റൗണ്ടിൽ കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ 2 ഭാഗമായിട്ടാണ് കിട്ടിയെങ്കിൽ അപ്പോൾ ഫ്രണ്ട് പാർട്ടിനോട് ഒരു ഭാഗവും ബാക്ക് പാർട്ടിനോട് മറ്റേ ഭാഗവും ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ട് 2 സൈഡും കൂട്ടി യോജിപ്പിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇത് ഫുള്ളും ഒരു തുണിയെ തന്നെ എനിക്ക് ഇത്ര വീതിക്ക് തുണി കിട്ടിയത് കൊണ്ട് എനിക്കിപ്പോൾ ഒന്നായിട്ടാണ് ഒന്ന് മാത്രമേ ഉള്ളൂ താഴത്തെ പ്ലീറ്റ്സ് ഇട്ട ഭാഗം. അപ്പോൾ ഞാൻ ഈ ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡ് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഈ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും പ്ലേറ്റ്സ് ഇട്ട വശത്തിന് നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിക്ക് അടിച്ച് എടുക്കുക. അങ്ങനെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിതിൻ്റെ ഒരു സൈഡ് കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം ഇത് ചീത്ത വശത്തോട്ടല്ലേ കൂട്ടി യോജിപ്പിച്ചത്, ഇതിനെ തിരിച്ചിടുക. തിരിച്ച് നല്ല വശമാക്കുക. നല്ല ഭാഗത്തേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും താഴത്തെ ഭാഗത്തിൻ്റെ നല്ല വശവും തമ്മിൽ കൂട്ടി ഇങ്ങനെ പിടിച്ച് ഇതുവഴി 1/2 ഇഞ്ച് വീതിക്ക് തയ്ച്ചെടുക്കുക. പെറ്റിക്കോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്ലേറ്റ്സുകളും ബോഡി പാർട്ടുകളും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് താഴെ വരെ കൂട്ടി യോജിപ്പിച്ചു. ഈ സൈഡ് കംപ്ലീറ്റ് താഴെ വരെ കൂട്ടി യോജിപ്പിച്ചു. അതിനുശേഷം അടിവശം മടക്കി തയ്ക്കുകയും കൂടി ചെയ്തു. 1 ഇഞ്ച് വീതിക്ക് 1/2 ഇഞ്ച് ഒന്ന് മടക്കി വീണ്ടും 1/2 ഇഞ്ചും കൂടെ മടക്കി അങ്ങനെ 1 ഇഞ്ച് വീതിക്ക് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെറ്റിക്കോട്ട് തയ്ച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.